സാർ എന്നെ കാണാൻ വന്നത് തന്നെ വലിയ സന്തോഷം. നേരത്തെ ഞാൻ എത്തേണ്ടതായിരുന്നു, സോറി. അയ്യോ, സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ എന്നെ അന്വേഷിച്ച് വന്നത് തന്നെ വലിയ കാര്യമല്ലേ? അങ്ങനെയൊന്നും പറയാതെ മാധവ. നമുക്കിടയിൽ വലിയവരും ചെറിയവരൊന്നുമില്ല. നമ്മൾ ഒരേ മനസ്സുള്ളവരല്ലേ, തുല്യരാ. സാർ രാധികയെ കണ്ടായിരുന്നു? കണ്ടച്ചാ, അമ്മ പുറത്തുണ്ട്. രാധിക എന്തെങ്കിലും പരിഭവം പറഞ്ഞിട്ടുണ്ടാവും. സാറ് ക്ഷമിക്കണം. മാധവൻ എന്തൊക്കെയായി പറയുന്നത്? ഇനി അഥവാ പരിഭവം പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, എന്താ കുഴപ്പം? നിങ്ങളുടെ മകൾ അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയല്ലേ. ആ സാഹചര്യത്തിൽ പരിഭവവും വിഷമവും ദേഷ്യവും ഒക്കെ സ്വാഭാവികമല്ലേ. പിന്നെ മാധവന്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ കാരണക്കാരൻ ആരാ? നന്ദമ്മനെ കുറ്റപ്പെടുത്തരുത്. അവൻ അറിയാതെ സംഭവിച്ചതാ. നന്ദൻ എൻ്റെ മോളോട് ശരിയായ രീതിയിലൊന്നും പ്രവർത്തിച്ചിട്ടില്ല. അതിൻ്റെ സങ്കടം എനിക്കുണ്ട്. പക്ഷെ എൻ്റെ തല പൊട്ടിയത് നന്ദന് പറ്റിയൊരു കൈപ്പിഴയാ. അത് ഞാൻ എവിടെയും പറയും. അബദ്ധത്തിൽ പറ്റിയതാണെങ്കിലും നന്ദമ്മൻ അതിൽ വിഷമമുണ്ടാവുമല്ലേ? പല കാര്യങ്ങളിലും പെട്ട് അവനാകെ തകർന്നിരിക്കുക മാധവ. ജീവിതം പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിൽ കൂടി ആയിരിക്കില്ലല്ലോ പോകുന്നത്. അത് സത്യ. മോനോട് പറയണം വിഷമിക്കരുതെന്ന്. ഞാൻ പറയാം. ഇവിടെ എന്നെ കാണാൻ നന്ദന് തോന്നുന്നുണ്ടെങ്കിൽ അവൻ വന്നോട്ടെ. എനിക്കൊരു വിരോധമില്ല. ദേവികയായിട്ട് അകന്നു നിൽക്കുന്നതും ഇതുമായിട്ട് കൂട്ടിക്കലർത്തൊന്നുമില്ല. അവൻ ഇങ്ങോട്ട് വരാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല മാധവ. എന്താ 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 സാർ? ഒരുപാട് കാരണങ്ങളുണ്ട് മാധവ. സാർ, എന്താ മാധവ? നമ്മുടെ മക്കള് തമ്മിൽ ഒന്നിക്കില്ലേ? അവർ ഒരുമിച്ച് ഒരു വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവില്ലേ? നമുക്ക് പേരക്കുട്ടികളെ കണ്ട് സന്തോഷിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കില്ല സാർ. മാധവ, സാധാരണ നമ്മൾ പറയാറില്ലേ, നമ്മൾ ആർക്കും അറിഞ്ഞുകൊണ്ടൊരു ദ്രോഹവും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ദൈവം കൈവിടില്ല എന്ന്. അങ്ങനെ സമാധാനിക്കാം, എല്ലാം നേരെയാവും. എന്നാലും നന്ദൻ ഇങ്ങനെ മാറിപ്പോയത് എന്തുകൊണ്ടാ സാർ? ഒരു നല്ല കുട്ടിയാ നന്ദൻ. അവൻ സ്വയം വഴിതെറ്റില്ല, ആരോ വഴിതെറ്റിച്ചതാ. അവൻ ശരിയായ വഴിയിൽ നടന്നു തുടങ്ങിയെന്ന എനിക്ക് തോന്നുന്നത്. ആണോ സാർ? ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടു. നല്ലത് സംഭവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.